സത്യം പറഞ്ഞാൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കാലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി, അല്ലാതെ കാലം അനുകൂലമാകുന്നത് നോക്കിയിരിക്കുന്നു. ആളുകളുടെ സങ്കല്പമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന പ്രകൃതിയല്ല നിങ്ങൾ കാണുന്നത്, വേറൊരാൾ കാണുന്നത് വേറെ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് പലർക്കും പലതാണ്. മനുഷ്യൻ്റെ സങ്കല്പത്തിനൊരു പരിധിയുണ്ട്, ആ പരിധിക്കുള്ളിലാണ് നമ്മൾ എല്ലാത്തിനും കാണുന്നത്. ആരോടാണ് തർക്കിക്കാൻ പോകുന്നത്? ഒരു തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംവാദത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുക അല്ല, സത്യം തെളിയുന്നവരാണ് സംവാദം വേണ്ടത്. സത്യം തെളിഞ്ഞിട്ട് സംവദിക്കുകയാണ് പിന്നെ എന്തിനു സംവാദം? തർക്കം അടിച്ചു പിരിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനും താൻ പോരുമ കാണിക്കാനുമാണ് പിന്നെ എന്തിനാണ് പോയിരിക്കുന്നത്? തർക്കമുണ്ടെങ്കിലെല്ലാം അറിവുകൾ പുറത്തേക്ക് വരികയോ? അല്ല, അറിവ് പുറത്തു വരാൻ തർക്കത്തിനൊന്നും ആവശ്യമില്ല. കേൾക്കാനിരിക്കുന്ന ആള് പറയാനിരിക്കുന്ന ആളുമായിട്ട് ചേർന്നാൽ മതി. ഒരാളെ തോപ്പിക്കാനിരിക്കുന്നിടത്ത് ചർച്ചയ്ക്ക് പോയിരിക്കുന്നതേ മണ്ടത്തിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ പോയിരുന്നവന്മാരെല്ലാം മണ്ടന്മാരാണ്. രാജേഷേട്ടാ, സമയം നല്ല നേരം വരും, മോശം നേരം പോകും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സമയത്തിൻ്റെ ശാസ്ത്രം എന്താണ്? ഈ ഗ്രഹനില അനുസരിച്ചിട്ട് ഈ ഓരോ ഗ്രഹങ്ങളും സ്ഥിരമായിട്ടൊരു രാശിയിൽ വരുമ്പോഴാണല്ലോ ഗ്രഹനില വന്നത്. നമുക്ക് അതായത് ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്ന രാശിയെ നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തപ്പോഴാണ് ഗ്രഹനിലയായത്. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ജാതകവശാൽ ഗ്രഹങ്ങൾ, ഓരോ ഗ്രഹങ്ങളും ചലിക്കുന്ന ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൽ അനുകൂലമായും പ്രതികൂലമായും വരും. ഇപ്പം 5ലും 4ലും 5ലും വ്യാഴം വരുമ്പോൾ നല്ലതാണ്, അഷ്ടമത്തിലേക്ക് പോകുമ്പോൾ മോശമാണെന്ന് പറയും. ജനറലൈസ്ഡ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ജാതകം അനുസരിച്ചിട്ട് പേഴ്സണലൈസ്ഡ് ആണ്. വ്യത്യാസം വരാം. പക്ഷെ എന്നാൽ പോലും ജനറലൈസ്ഡ് ആയിട്ട് പറയുമ്പോൾ ഇന്ന രാശിയിൽ ഇന്ന ഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതാണ്, ഇന്ന ഗ്രഹങ്ങളോട് കൂടി നിൽക്കുന്നത് മോശമാണ്. ഇങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ട്. അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഇത് മാറി മാറി വരുന്നതിനെയാണ് നല്ല സമയം ചീത്ത സമയം എന്ന് പൊതുവെ പറയാറ്. പക്ഷെ നമ്മൾ ഭാഷാപ്രയോഗത്തിൽ നമുക്ക് അനുഭവത്തിലൊരു 10 അനുഭവം മോശമായിട്ട് വരുമ്പോൾ നമ്മൾ പറയും നല്ല കാലമല്ലെന്ന് തോന്നുന്നു, കഷ്ടകാലമാണെന്ന് തോന്നുന്നു എന്ന് പറയും. പക്ഷെ എല്ലാം കറക്റ്റായി വരുമ്പോൾ നമ്മൾ പറയും നല്ല കാലമാണെന്ന് തോന്നുന്നു എന്ന് പറയും. സത്യം പറഞ്ഞാൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും കാലത്തെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്, അല്ലാതെ കാലം അനുകൂലമാകുന്നത് നോക്കിയിരിക്കരുത്. അല്ല, മോട്ടിവേഷൻ കൊടുക്കുന്ന ആളുകൾ കൂടുതലും പറയുന്നത് നിങ്ങളുടെ നല്ല കാലത്തിനായിട്ട് വെയിറ്റ് ചെയ്യൂ, അതുവരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സമയം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മളെ തന്നെ അന്വേഷിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ. ആ സമയത്ത് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ സമയത്തിനായി വെയിറ്റ് ചെയ്യൂ, നിങ്ങളുടെ സമയത്ത് ഈ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് വേണ്ടി മാറ്റമുണ്ടാക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പ്രപഞ്ചം നമ്മളെ ഈ സമയത്തിലൂടെ നിയന്ത്രിക്കുന്നത്? നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് വെക്കുകയല്ലേ കുറേ കാലത്തേക്ക്. മോശം സമയത്താണെങ്കിൽ പോലും നിങ്ങൾ എന്തായി തീരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നോ ഒക്കെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സങ്കല്പം വരുന്നുണ്ട്. ആ സങ്കല്പം ദൃഢമാകുമ്പോൾ അത് ഫിസിക്കലായിട്ട് സംഭവിക്കും. അതാണ് നിയമം. എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് ലഭിക്കാനുള്ളതൊക്കെ താമസം കൂടാതെ കിട്ടും. അതാണ് അനുകൂലമായ സമയം പ്രതികൂലമായ സമയം എന്ന് ആളുകൾ പൊതുവെ പറയുന്നത്. തന്ത്രശാസ്ത്രത്തിൽ സമയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? തന്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ രസമാണ്. തന്ത്രത്തിൽ നമ്മൾ പലതിനും മുഹൂർത്തം നോക്കാറ് പോലുമില്ല. ആ മുഹൂർത്തമെല്ലാം നമ്മൾ തീരുമാനിക്കുന്നത് ഒരാൾക്ക് ദാനം കൊടുക്കും, അയാൾ ശുഭമുഹൂർത്ത ആയി, ശുഭമുഹൂർത്തമസ്തു, ശുഭമുഹൂർത്തമസ്തു, ശുഭമുഹൂർത്തമസ്തു എന്ന് 3 പ്രാവശ്യം പറയും. അപ്പോൾ ഇതാണ് മുഹൂർത്തം എന്നാണ്. ആ മുഹൂർത്തത്തിൽ അങ്ങ് ചെയ്യും. പക്ഷെ അപ്പോൾ രാഹുകാലം, കേതു, കുളികൻ ഇതൊക്കെ നോക്കുന്നത് എന്തിനാണ്? രാഹുകാലമൊക്കെ യാത്രയ്ക്ക് മാത്രമേ നോക്കാറുള്ളൂ, മറ്റാവശ്യങ്ങൾക്കൊന്നും രാഹു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ പൂജാവിധികളൊന്നും ചെയ്യുമ്പോൾ രാഹുകാലം ഒന്നും നോക്കാറില്ല. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് വൈദികമായ ഒരു കർമ്മത്തിന് ഒരു സമയമില്ല. ഈ പറഞ്ഞ പോലെ മുഹൂർത്തം നോക്കിയല്ല ചെയ്യാറ്. മുഹൂർത്തം നോക്കി ചെയ്യുന്ന കാര്യങ്ങളുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പം ധ്വജസ്ഥാപനം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ, താഴെക്കുഴപ്പ ദൃഷ്ടി, അതൊക്കെ മുഹൂർത്തം നോക്കാറുണ്ട്. പക്ഷേ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും ചടങ്ങുകൾ, പല ചടങ്ങുകൾക്കും ശുഭമുഹൂർത്തം വസ്തു എന്ന് ആചാര്യൻ പറഞ്ഞാൽ ആയി എന്നാണ്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് യുദ്ധത്തിന് മാത്രമേ പണ്ട് മുഹൂർത്തം കുറിക്കുള്ളായിരുന്നു. പിന്നെ വന്ന എല്ലാത്തിനും മുഹൂർത്തമായി. പിന്നെ വിവാഹത്തിനാണ് പ്രധാനമായിട്ട് മുഹൂർത്തം കുറിക്കുക. അതുപോലെ തന്നെ യുദ്ധമാണല്ലോ എന്ന് കരുതിയിട്ടാവും ചിലപ്പം അതിന് മുഹൂർത്തം കുറിച്ച് തുടങ്ങിയത്. ഇപ്പം പിന്നെ എല്ലാവരും യമകണ്ഠകാലം, കുളികാലം, രാഹുകാലം നോക്കിയിട്ടാണ് അവരുടെ ജീവിതം മുഴുവൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ചില പൂജാരിമാർ, അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞ് തിരുമേനി ഈ മുഹൂർത്തം ആവാറാവുന്നുണ്ട്, പെട്ടെന്ന് അത് രാഹുകാലം വരാൻ പോകുന്നത്, അതിനും പോയിട്ട് പൂജ കഴിച്ച് കഴിയുമോ എന്നൊക്കെ പൂജാരിമാരോട് തന്നെ ചോദിക്കുക കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് അതിനെപ്പറ്റി ഞാൻ മുഹൂർത്തം രാഹുവൊക്കെ യാത്രയ്ക്ക് മാത്രമേ വേണ്ടൂ എന്നാണ് എൻ്റെ ഒരു
അഭിപ്രായം. യാത്രയ്ക്ക് വേണ്ടിയിട്ട് രാഹുകാലം ഈ സാധാരണ മനുഷ്യരാണ് കൂടുതലും നല്ല കാലമാണോ മോശകാലമാണോ രാഹുകാലമാണോ ഗുളിക കാലമാണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവര് നോക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതിനെപ്പറ്റി ധാരണയില്ലാത്തവർ നോക്കിയിട്ട് എന്ത് കാര്യം? അവരെന്തെങ്കിലുമൊക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്ക് അവരവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ കാലത്തെ കൂട്ടുപിടിക്കുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ദോഷം വരാത്തിടത്തോളം കാലം ചെയ്യാം. രാഹുകാലമാണ് എന്ന് പറഞ്ഞ് ഇപ്പം മരിച്ചു പോകും എന്ന് വിചാരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ സർജറി ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. രാഹുകാലം ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളെ കിട്ടിയില്ലെങ്കിലും ആളുണ്ടെങ്കിലല്ലേ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. പ്രസവം രാഹുകാലത്തേക്ക് വന്നു, കുട്ടി പുറത്തേക്ക് വന്നു, എന്നാൽ രാഹു കഴിഞ്ഞിട്ട് വെളിയിൽ ഇറക്കാമെന്ന് പറഞ്ഞ് തള്ളി തിരിച്ച് കയറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചില കാര്യങ്ങൾക്കൊന്നും അസന്നിഗ്ധമായിട്ട് എന്ത് വേണമെന്നുള്ളിടത്തൊന്നും നമ്മൾ ഒരു മുഹൂർത്തം നോക്കാറില്ല. അപ്പം നമ്മൾ നമ്മുടെ ആത്മവിശ്വാസത്തിൽ തന്നെ പറയും, ഒന്നും നോക്കണ്ട, ഇത് തന്നെ സമയം എന്ന് നമ്മൾ പറയാറില്ലേ? അതെ. അത് ഒരു ധാരണ ആത്മവിശ്വാസവും എല്ലാ വിഷയത്തിലും ഉണ്ടെങ്കിൽ സമയം നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഡെസ്റ്റിനിക്കായിട്ടൊരു സമയം ഉണ്ടാകും? കുറച്ചൊക്കെ ഉണ്ട്. എന്തായാലും ജനിച്ചു പോയല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രഹനിലയും ജാതകവും എല്ലാം നമ്മളെ കുറച്ചൊക്കെ ബാധിക്കും. അനുഷ്ഠാനം കൊണ്ട് കുറേയൊക്കെ മറികടന്നു പോകും. എന്നാലും ചെറിയ ചെറിയ പൊട്ടും പൊടിയൊക്കെ അവിടെയൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ വിധി പോലെ ഉണ്ടാവും. അത് നടന്നേ പറ്റുള്ളൂ. ഈ പ്രപഞ്ചം നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചിലർ പറയും നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വിധി ഉണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ. അപ്പോൾ വിധിക്ക് അവിടെ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? വിധി ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർഷ്യലി പറയാവുന്ന ഒരു സബ്ജക്റ്റാണെന്ന് മാത്രമേ ഉള്ളൂ. മരണം പോലും മാറ്റം ഉണ്ടെന്ന് പറയുമ്പം എന്ത് വിഷയത്തിലാണ് പിന്നെ മാറ്റം ഇല്ലാത്തത്? എല്ലാം മാറുന്നതല്ലേ. അപ്പോൾ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിധിച്ചതേ കിട്ടൂ. ആര് വിധിച്ചു? പ്രപഞ്ചം. വിധി എപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ, മാറാമല്ലോ. അപ്പീൽ കൊടുക്കുമ്പോൾ വിധി മാറില്ലേ? അതുപോലെ തന്നെ നമുക്ക് പ്രപഞ്ചത്തിന്റെ വിധികളെ മാറ്റാൻ കഴിയും. മാറ്റാം. അവനവൻ തന്നെ എല്ലാത്തിൻ്റെയും ബേസ്. അപ്പോൾ നമ്മൾ പ്രകൃതി വിരോധിയായി മാറത്തില്ല. അതായത് ഒരു പ്രപഞ്ചം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നെ നടക്കണമെന്ന്. അവിടെ നമ്മൾ മറ്റൊരു വിധി എടുക്കുമ്പോൾ അത് പ്രകൃതി വിരോധമല്ല. പ്രകൃതി വിചാരിക്കാതെ അത് നടത്താൻ പറ്റുമോ? നടപ്പിലാവുമോ? അപ്പോൾ മഴ പെയ്യണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, നിങ്ങളെ ശരവിദ്യ ഉപയോഗിച്ച് നിങ്ങൾ മഴ പെയ്യിച്ചു. പ്രകൃതി തീരുമാനിക്കാതെ മഴ പെയ്യുമോ? ഇല്ല. പിന്നെന്താ? അല്ല, പ്രകൃതിയെ തീരുമാനിച്ച് നമ്മൾ ചോദ്യം ചെയ്തതിനു ശേഷമല്ലേ? പ്രകൃതിക്ക് മാറ്റാം, തീരുമാനം മാറും. പ്രകൃതി അൾട്ടിമേറ്റ് അല്ല, മാറിക്കൊണ്ടേയിരിക്കും. ആളുകളുടെ സങ്കല്പമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന പ്രകൃതിയല്ല നിങ്ങൾ കാണുന്നത്. വേറൊരാൾ കാണുന്നത് വേറെ പ്രകൃതിയാണ്. പ്രകൃതി എന്ന് പറയുന്നത് പലർക്കും പലതാണ്. മനുഷ്യൻ്റെ സങ്കല്പത്തിനൊരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിലാണ് നമ്മൾ എല്ലാത്തിനും കാണുന്നത്. ഇപ്പോൾ ചിലരുടെ സങ്കല്പത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പക്കാവും അതിനായിട്ടുള്ള കുളവും കിണറും ഒക്കെയാണ്. ചിലർക്ക് പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ കാടാണ്, അല്ലേ? ചിലർക്ക് പ്രകൃതി എന്ന് പറഞ്ഞാൽ ശബരിമല കാടാണ് മനസ്സിൽ കാണുന്നത്. ചിലർ പ്രകൃതി എന്നുള്ള സങ്കല്പത്തിൽ കാണുന്നത് വലിയ യൂണിവേഴ്സിനെയാണ്. ചിലർ അതിനപ്പുറത്തേക്കും പോകുന്നവരുണ്ട്. അതിലും ചുരുങ്ങി അവനവൻ്റെ വീടും പറമ്പും കാണുന്നവരുണ്ട് പ്രകൃതി എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. നമുക്ക് വിഷ്വലൈസ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും പ്രകൃതിയില്ല. ആ ഒരു പ്രദേശത്തെ നമ്മൾ മാറ്റം വരുന്നുള്ളൂ. നമ്മൾ ലോകത്ത് മുഴുവൻ എവിടെയാണ് മാറ്റം വരുന്നത്? നമ്മളുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ ഒരു ഏരിയയിലല്ലേ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതെ. അപ്പം പ്രകൃതി ഒരു സ്ഥലത്ത് വരൾച്ച ഉണ്ടാവട്ടെ എന്ന് കരുതി ഒരു മരുഭൂമി ഉണ്ടാക്കി വിട്ടു എന്ന് വയ്ക്കുക. അവിടെ അതുകൊണ്ട് നാളെ മുതൽ ചെടി വെച്ച് പിടിപ്പിക്കരുതെന്നും വെള്ളം കോരി ഒഴിക്കരുതെന്നും ആരും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മരുഭൂമി എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറിക്കൂടെ? മാറിയതിൻ്റെ പേരിലും പ്രകൃതിവിധനാവുമോ? ഇല്ല. അവിടെയാണ് അതീന്ദ്രിയ ശക്തികളുടെ ഒരു വിഷയം വരുന്നത്. ഇപ്പോൾ അതീന്ദ്രിയ ശക്തികൾ ഉണ്ടാകണമെങ്കിൽ പ്രകൃതിക്ക് അതീതമാകണം. അപ്പോൾ പ്രകൃതി നിങ്ങൾക്ക് കൽപ്പിച്ചു വന്നിട്ടുള്ള മനുഷ്യ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ശക്തി ഉണ്ടാകണമെങ്കിൽ പ്രകൃതിക്ക് അതീതമാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് അപ്പോൾ വർക്കൗട്ട് ആവുന്നത്? പ്രകൃതിക്ക് അതീതമല്ല, പ്രകൃതിയായിട്ട് തന്നെ നമ്മൾ അലൈൻഡ് ആവുകയാണ്. അതീതമായിട്ടൊന്നുമില്ലെന്നേ. പ്രകൃതിക്ക് അതീതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ അതീന്ദ്രിയ ശക്തികളോ? അതീന്ദ്രിയ ശക്തി എല്ലാം ഇതിനുള്ളിൽ തന്നെ ഉള്ളതാണ്. എല്ലാം ഇവിടെ തന്നെ ഉള്ളതല്ലേ, അല്ലാതെ എവിടെ നിന്നുണ്ടായത്? പക്ഷേ എല്ലാവർക്കും എന്തുകൊണ്ടാണ് അതീന്ദ്രിയ ശക്തികൾ ലഭിക്കാത്തത്? എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ട്. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതീന്ദ്രിയ ശക്തികൾ ഉണ്ടാവും. ശ്രമിക്കണം. ആഗ്രഹിക്കുമ്പോൾ ശ്രമം ദൃഢമാകുമ്പോൾ ഉണ്ടാവും. അതായത് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള ശക്തികളാണ്. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തേക്ക് സാധനം കൊണ്ടുപോകണം. ഇന്ദ്രിയ നിഗ്രഹം പോലും പറ്റാത്ത ആളുകളോട് ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്ത് സാധന എന്ന കാര്യത്തെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യം? അടുക്കളയിൽ നിന്ന് കടുക് വറക്കുന്ന മണം വരുമ്പം ജപം നിർത്തും, അല്ലേ? പിന്നെന്ത് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അതുകൊണ്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാനുള്ള പണി ആദ്യം പഠിക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതീന്ദ്രിയ ശക്തികൾ സത്യമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കല്ലോ, അതീന്ദ്രിയ ശക്തികൾ അനുഭവത്തിൽ വരുമ്പോഴല്ലേ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടല്ലോ.
ഏതെങ്കിലും ഒന്ന് പറയാമോ? ഒരുപാട് അനുഭവങ്ങളുണ്ട്. എത്രയോ ഓർമ്മയിൽ വരുന്ന പറഞ്ഞോ. എനിക്കൊരു അണിമാതി അഷ്ടസിദ്ധികളിലെ ഖനിമ എന്ന് പറയുന്ന സിദ്ധി എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഖനിമ എന്ന് പറഞ്ഞാൽ ഭാരം കൂട്ടുക. എടുത്താൽ പൊങ്ങില്ല. നമ്മൾ എടുക്കുമ്പോൾ ആ ആൾ പറഞ്ഞു, നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന എന്നെയും ഈ കെട്ടിടത്തെയും കൂടെ കൂട്ടിയിട്ടാണ്. കാരണം എൻ്റെ ഭാരത്തെ ഞാൻ ഈ കെട്ടിടത്തിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളല്ല ആന പിടിച്ചാലും പൊങ്ങില്ല. ഖനിമ എന്ന് പറഞ്ഞ സിദ്ധിയായിരുന്നു. 3 പേര് കൂടി പിടിച്ചു, പൊങ്ങിയില്ല, ഉപേക്ഷിച്ചു. അതുപോലെ ലഘിമയുണ്ട്. ലഘിമ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് ഭാരത്തെ കൊണ്ടുപോകാം. ഒരു തൂവൽ പോലെ പൊങ്ങും. അതും ചെയ്യാൻ പറ്റും. അപ്പോൾ ഖനിമ ചെയ്ത ആൾക്ക് ലഘിമ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കൺമുന്നിൽ കണ്ടതാണ്. പിന്നെ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണ് ഒരാൾ ആ സിദ്ധിയിലേക്ക് എത്തിച്ചേർന്നത്? സാധനയാണ്. സാധനം കൊണ്ടാണ്. അഷ്ടസിദ്ധികൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടതാണ്. നമ്മൾ എത്രയോ ആളുകളെ കാണുന്നു, എത്ര ആളുകളുടെ അനുഭവങ്ങളും സാധകരുടെ അനുഭവങ്ങളും നമ്മൾ കാണുന്നല്ലോ. പക്ഷെ ഇവരെല്ലാം ഒരു വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം തമ്മിൽ എന്ന് പറയുന്ന പരിപാടികളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തർക്കങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഇവർക്ക് ശക്തിയുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ശക്തി കാണിക്കാൻ അങ്ങനെയുള്ളവരാരും അവിടെ വരുന്നില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് ഈ ചാനലിലേക്കൊന്നും വിളിച്ച് ആരും കിട്ടത്തൊന്നുമില്ല. എന്തിനാ? ഞാൻ പോലും പോകത്തില്ല. പിന്നെയല്ലേ ഞാൻ വരും. ഏഴാങ്കുലിയായി ഞാൻ പോലും അവിടെ പോയി ഇരുന്ന് കൊടുക്കത്തില്ല. എന്തിന്? ആരോടാണ് തർക്കിക്കാൻ പോകുന്നത് നിങ്ങൾ? ഒരു തർക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംവാദത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തെങ്കിലും ഉണ്ട് എന്ന് തെളിയിക്കുക അല്ല. സത്യം തെളിയുന്നവരാണ് സംവാദം വേണ്ടത്. സത്യം തെളിഞ്ഞിട്ട് സംവാദിക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ സംവാദം? സംവാദം കൊണ്ട് ഐക്യമത്യം ഉണ്ടാവുകയാണ് വേണ്ടത്. സംവാദയിൽ ഐക്യമത്യമാണ്. തർക്കം കൊണ്ട് ഐക്യമത്യം ഉണ്ടാവേണ്ടത്. തമ്മിൽ യോജിക്കുക വേണ്ടത്. തർക്കം അടിച്ചു പിരിയാനും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനും താൻ പോരുമ കാണിക്കാനുമാണ്. പിന്നെ എന്തിനാണ് പോയിരിക്കുന്നത്? തർക്കമുണ്ടെങ്കിലല്ല അറിവുകൾ പുറത്തേക്ക് വരികയോ? അല്ല, അറിവ് പുറത്തു വരാൻ തർക്കത്തിനൊന്നും ആവശ്യമില്ല. കേൾക്കാനിരിക്കുന്ന ആൾ പറയാനിരിക്കുന്ന ആളുമായിട്ട് ചേർന്നാൽ മതി. സ്വയമേവ എല്ലാം പുറത്തു വരും, തന്നെ പുറത്തു വരും. പക്ഷേ ഇത് ഒരാളെ തോപ്പിക്കാനിരിക്കുന്നിടത്ത് ചർച്ചയ്ക്ക് പോയിരിക്കുന്നതേ മണ്ടത്തിലാണ്. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ പോയിരുന്നവന്മാരെല്ലാം മണ്ടന്മാരാണ് ഈ ഒരു വിഷയം പറഞ്ഞ്. കാരണം അന്തൻ്റെ മുമ്പിൽ കണ്ണാടി കാണിക്കുന്ന ഒരു പരിപാടിയായി. ഇത് മനസ്സിലാവില്ല. ഇവർ പറയുന്ന മണിപ്പൂരിയും അവർ കേൾക്കുന്നത് ഇംഗ്ലീഷായിട്ടുമാണ്. പിന്നെ എങ്ങനെ ഇത് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും? ഒരിക്കലും ആ തലത്തിൽ പോയി ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ പോലും പാടില്ല. ഇരുന്ന് കൊടുക്കരുത്. അതാണ് എൻ്റെ അഭിപ്രായം. ഇത്തരം വിഷയങ്ങൾക്ക് അറിവുണ്ട്, അല്ലെങ്കിൽ മന്ത്രസിദ്ധി ഉണ്ട്, അല്ലെങ്കിൽ സിദ്ധി ഉണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പോയി ഇരുന്ന് കൊടുക്കരുത്. നോക്കൂ, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയത് അത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനാണ്. വേണ്ടാത്തടത്തും വേണ്ടിടത്തും എല്ലാം അനാവശ്യമായിട്ടും ആവശ്യത്തിനും അനാവശ്യമായിട്ടും അത്യാവശ്യത്തിനായിട്ടും അത്യാഗ്രഹത്തിനും ഒന്നും ഇത് ഉപയോഗിക്കരുത്. അല്ല, പലപ്പോഴും ഇന്ന് ആളുകളുടെ മുന്നിൽ എനിക്ക് ഇത്ര ശക്തിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലരും കാണിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ പൊളിച്ചെടുക്കുന്ന പല ആളുകളും ഉണ്ട്. സ്വാഭാവികം. നോക്കൂ, ഇത് എന്തിനാണെന്ന് പോയിരിക്കുന്നത്? എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. ഞാൻ ഏറ്റവും പ്യുവറായിട്ടല്ലേ, ഏറ്റവും ആരെയും കാണിക്കാതെ വളരെ മൈന്യൂട്ടായിട്ട് കൊണ്ടു നടക്കേണ്ടതല്ലേ? എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്ന് വയ്ക്കുക. എന്തിനാണ് ഇത് കാണിക്കുന്നത്? അത് കാണിക്കാൻ പോകുന്നതല്ലേ മണ്ടത്തരം. അവിടെ പോയി ഇരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഇരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഞാനത് കണ്ടൊന്നുമില്ല. ഈ പരിപാടികളൊന്നും ഞാൻ കണ്ടില്ല. അപ്പം നിങ്ങൾ പറഞ്ഞപ്പം എനിക്ക് തോന്നി ഇങ്ങനെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള എന്തോ ഒരു ചർച്ച ആണെന്നായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായമുള്ളവർ, അതീന്ദ്രിയമായ സിദ്ധികളുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ഒക്കെ തന്നെ കൈ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്താണെങ്കിലും ഒരുപാട് നന്ദി.